എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ വിഷുവാണ്, എല്ലാവരും അതിൻ്റെ ആവേശത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ വിഷുക്കണി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെറിയൊരു വിഷുക്കണി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വിഷുക്കണി സെറ്റ് ചെയ്യുക എന്നത് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പഴമുണ്ട്, സപ്പോട്ട, പൈനാപ്പിൾ, സമാവർ, പിന്നെ ഇത് ലിച്ചിയാണ്, പിന്നെ ഓറഞ്ച് ഉണ്ട്, മുസമ്പി, മാതള നാരങ്ങ, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി ഉണ്ട്, ഇത് പാഷൻ ഫ്രൂട്ടാണ്, പിന്നെ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, മാമ്പഴം, പിന്നെ പച്ചമാങ്ങ, മുരിങ്ങക്കായ, ക്യാപ്സിക്കം, വെള്ളരിക്ക, പപ്പായ, പിന്നെ മത്തങ്ങ, ചേന. അപ്പം ഇത്രയാണ് സാധനങ്ങളുള്ളത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ്, പിന്നെ വലിയൊരു ഉരുളിയുണ്ട്. അപ്പം ഈ ഉരുളിയിലാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.
വർഷത്തെ എൻ്റെ ചെറിയ വിഷുക്കണി. ഇനി രാവിലെയായി, ഇനി അമ്പലത്തിൽ പോകണം, ഇനി ചെറിയൊരു സദ്യ ഒരുക്കണം. അത്രയൊക്കെയുള്ള പരിപാടി വിഷുവായിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വ്ളോഗ് കണ്ടുവരേക്കും. ടാറ്റാ, ബൈ ബൈ.